ഹായ് നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിമി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഈ അടുത്ത ദിവസം ഭീകരാക്രമണം ഉണ്ടാവുകയും നിരവധി വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതുമായ പഹൽഗാമിലേക്കാണ്. കൂട്ടുകാരെ, ഈ വീഡിയോ ഭീകരാക്രമണത്തിന് മുൻപ് ചിത്രീകരിച്ചിട്ടുള്ളതാണ്. ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞ മലയാളികൾ ഉൾപ്പെടെ ഉള്ള എല്ലാ ആളുകൾക്കും ഞങ്ങൾ ഈ അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമുക്കിനി വീഡിയോയിലേക്ക് വരാം. ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഒരു ചെറുപട്ടണമാണ് പഹൽഗാം. ഇത് വളരെ ജനപ്രിയമായ വിനോദസഞ്ചാര കേന്ദ്രവും ഹിൽ സ്റ്റേഷനുമാണ്. അനന്ത്നാഗിൽ നിന്നും 45 കിലോമീറ്റർ അകലെയായി ലീഡർ നദിയുടെ തീരത്താണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്ക് കാറിലാണ് യാത്ര തിരിച്ചിട്ടുള്ളത്. തികച്ചും നല്ല വെയിലുള്ള തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു ഇന്ന്. അതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ ഒക്കെ വളരെ മനോഹരമായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള ഡ്രൈവർ ജമ്മു കാശ്മീരിൻ്റെ മാറ്റത്തെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് ഇവരുടെ കീശയും നിറയ്ക്കുന്നുണ്ടായിരുന്നു. പട്ടാളത്തിന് നേരെ കല്ലുകൾ മാത്രം എറിഞ്ഞു നടന്നിരുന്ന യുവജനത പഠനത്തിനായും പല ജോലികൾ ചെയ്യുന്നതിലും വ്യാപൃതരായി. പുറമേ നിന്ന് നോക്കുമ്പോൾ പരിക്കനാണെന്ന് തോന്നുമെങ്കിലും പല ആളുകളും അങ്ങനെയല്ല. അവരുടെ തൊഴിൽ ചെയ്ത് സന്തോഷമായി ജീവിക്കുന്നു. റോഡിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഓരോ 200-300 മീറ്ററിലും സുരക്ഷാ സേന അവരുടെ ഡ്യൂട്ടിയിൽ മുഴുകിയിരിക്കുകയാണ്. കാരണം ഏത് നിമിഷവും ഒരു ആക്രമണം അവർ പ്രതീക്ഷിക്കുന്ന പോലെ എനിക്ക് തോന്നി. സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലാണ് പഹൽഗാം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അനന്ത്നാഗ് ജില്ലയിലെ ഒരു താലൂക്ക് ആസ്ഥാനവുമാണ് ഈ പഹൽഗാം. എല്ലാ വർഷവും ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന അമർനാഥ് തീർത്ഥാടന യാത്രയുടെ തുടക്കം പഹൽഗാമിൽ നിന്നും 16 കിലോമീറ്റർ അകലെയുള്ള ചന്ദൻ വാരിയിൽ നിന്നാണ്. 30 വർഷം പുറകോട്ട് പോയാൽ കാശ്മീർ കത്തുകയായിരുന്നു. കാശ്മീർ രാജ്യത്തിൻ്റെ ഭാഗമാകാത്ത ദിവസങ്ങൾ വിദൂരമല്ലെന്ന് പലരും ഊഹിച്ചു. ശ്രീനഗർ അന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു പ്രേതനഗരം ആയിരുന്നു. എന്നാൽ ഇപ്പോൾ കാശ്മീർ വിശ്വസിക്കാൻ കഴിയാത്തത്ര സാധാരണവും ശാന്തവുമായി എനിക്ക് തോന്നി. വിനോദസഞ്ചാരികൾ അവരുടെ താമസത്തിൻ്റെ ഓരോ നിമിഷവും ആസ്വദിക്കുന്നതായും ഞാൻ അനുഭവിച്ച് അറിഞ്ഞു. വിപണികൾ വിനോദസഞ്ചാരികളാൽ അഭിവൃദ്ധി പ്രാപിച്ചു. കടകൾ, റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ എന്നിവ വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. എല്ലായിടത്തും വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം അത് ആവോളം ആസ്വദിക്കാം എന്ന ഒരു തോന്നലും ഉണ്ടാക്കി. എന്നിരുന്നാലും വായുവിലെ ശാന്തത വഞ്ചനാപരമായിരിക്കാമെന്ന് മനസ്സിലെവിടെയൊക്കെയോ ഒരു തോന്നൽ. റോയിറ്റേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് കാശ്മീർ താഴ്വരയിലെ വിനോദസഞ്ചാരികളുടെ തിരക്ക് 2024 ഏറ്റവും ഉയർന്ന നിലയിലെത്തി. 3 ദശലക്ഷത്തിലധികം സന്ദർശകർ. വളരെ ഉയർന്ന കണക്കാണിത്. 2022 മുതൽ ഈ എണ്ണം ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 ടൂറിസം വ്യവസായം അതിൻ്റെ ഏറ്റവും മികച്ച സീസൺ ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാശ്മീരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുണ്ട്. 60%-ലധികം വോട്ടർമാരുണ്ട്. എന്നിട്ടും ഒരു ചോദ്യം ഉയർന്നു വരുന്നു. കാശ്മീർ ഇത്ര സാധാരണമായി കാണപ്പെട്ടാൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്ക് എന്ത് സംഭവിക്കും? ഒരു പഴയ കാശ്മീരി സുഹൃത്ത് തൻ്റെ കാഴ്ചപ്പാട് പങ്കുവച്ചപ്പോൾ ഒരു ഉത്തരം ലഭിച്ചു. ഈ ശാന്തത കൃത്രിമമാണ്. കാശ്മീർ ഒരു മിന്നുന്ന ബോംബാണ്. പ്രാദേശിക കാശ്മീരികൾ സന്തുഷ്ടരല്ല എന്നത് ശരിയാണ്. പക്ഷേ അവർ അതിജീവിക്കേണ്ടതുണ്ട്. ടൂറിസമാണ് അവരുടെ ജീവനാഡി. ഉയർന്ന സമ്മർദ്ദ സാഹചര്യത്തിൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ ടൂറിസം അവർക്ക് പണം നൽകുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ സ്പർശിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് തീവ്രവാദം ആദ്യമായി വേരൂന്നിയ 1987 മുതൽ കാശ്മീർ അസാധാരണമായ ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. കാശ്മീരികൾ പ്രക്ഷുബ്ധമായ ജീവിതം കൊണ്ട് തളർന്നു പോയിരിക്കുന്നതായി എനിക്ക് തോന്നി. ഒരു വെടിയുണ്ട എപ്പോൾ അവരുടെയോ അവരുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവൻ അപഹരിക്കുമെന്ന് ആർക്കും അറിയില്ല. പുതിയ തലമുറ നിരന്തരമായ പിരിമുറുക്കത്തിലാണ് വളർന്നത്. ഒരിക്കലും സമാധാനം അനുഭവിച്ചിട്ടില്ല. യുദ്ധമേഖലയ്ക്ക് പുറത്ത് ജീവിക്കുക എന്നതിൻ്റെ അർത്ഥമെന്താണെന്ന് അവർക്കറിയില്ല. അവർക്ക് രാത്രിയുടെ മറവിൽ വാതിലിൽ മുട്ടുന്നത് പതിവാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രിയപ്പെട്ടവരെ വലിച്ചൊടിക്കുന്നതോ തീവ്രവാദികളുടെ വെടിയുണ്ടയ്ക്ക് ഇരയാകുന്നതോ കാണുന്നത് സാധാരണമായൊരു സംഭവമാണ്. ഈ നിരന്തരമായ ചക്രത്തിൽ കുടുങ്ങിയ അവർ സ്വാതന്ത്ര്യം ഒരു സാധ്യതയല്ലെന്ന് മനസ്സിലാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ സ്വതന്ത്രമായി ശ്വസിക്കുക എന്നതാണ് ഇവരുടെ ഏക പോംവഴി.
പഹൽഗാമിൽ വെടിയുണ്ടകളുമായി തീവ്രവാദികൾ അവരുടെ ആ ചോയ്സ് കവർന്നെടുക്കാൻ ശ്രമിച്ചു. മുഴുവൻ താഴ്വരയും കോപത്താൽ തിളച്ചുമറിയുന്നതിൽ അതിശയിക്കാനാവില്ല. പഹൽഗാമിൽ ഉതിർത്ത വെടിയുണ്ടകൾ കാശ്മീരിൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായി മാറിയേക്കാം. അങ്ങനെ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പഹൽഗാമിലെത്തി. കുതിരക്കാരുടെ വിലപേശലുകൾക്ക് ഇടയിലൂടെ ഞങ്ങൾ 2 കുതിരകളെ ഉറപ്പാക്കി. അങ്ങനെ ഞങ്ങൾ ആ കുതിരപ്പുറത്ത് കയറി പഹൽഗാമിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസരൺ വാലിയിലേക്കുള്ള യാത്ര തുടർന്നു. ദുർഘടം പിടിച്ച വഴികളാണ് മുന്നിലുള്ളത്. കുതിരക്കാരനും കുതിരയും അനായാസം ആ വഴികളെല്ലാം താണ്ടി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ബൈസരൺ വാലിയിലേക്കുള്ള പ്രവേശനം ടിക്കറ്റാൽ നിയന്ത്രിച്ചിരിക്കുകയാണ്. മുതിർന്നവർക്ക് 35 രൂപയും 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 15 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. പഹൽഗാമിലെ ചൂടുള്ള കാലാവസ്ഥ ഞങ്ങളെ സ്വാഗതം ചെയ്തു. പുൽമേടുകൾ വിനോദസഞ്ചാരികളാൽ നിറഞ്ഞിരുന്നു. മനോഹരമായ മുകൾ പ്രദേശങ്ങൾ ചുറ്റിക്കറങ്ങി കാണാൻ പലരും കുതിരകളെ വാടകയ്ക്കെടുക്കുന്നത് കാണാമായിരുന്നു. കാശ്മീരി ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നതും സൺഗ്ലാസ് ഉൾപ്പെടെയുള്ള വിചിത്രമായ അലങ്കാരങ്ങൾ ധരിച്ച ആടുകളുമായി സന്ദർശകർ പോസ് ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതേസമയം പരമ്പരാഗത കാശ്മീരി വസ്ത്രങ്ങൾ ധരിച്ച് ഫോട്ടോ എടുക്കാൻ സ്ത്രീകളും മത്സരിച്ചു. കാശ്മീർ അതിൻ്റെ സ്വർഗീയ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി നിറഞ്ഞു നിന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ സ്ഥലം ഒരു ശ്മശാനമായി മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. പിശാചുക്കൾ നരകത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവരുടെ മതം തിരിച്ചറിഞ്ഞ ശേഷം ഭീകരത അഴിച്ചുവിടുകയും നിരപരാധികളായ മനുഷ്യരെ കൊല്ലുകയും ചെയ്യുന്നതായി തോന്നി. അത് നമ്മളാകാമെന്ന ചിന്ത തന്നെ ഭയപ്പെടുന്നതായിരുന്നു. വിനോദസഞ്ചാരികളെ വളരെ അപൂർവമായി മാത്രമേ ഭീകരവാദികൾ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ഇത്രയും വലിയൊരു ദുരന്തം വളരെ നാളുകൾക്ക് ശേഷമാണ്. നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് ഇത്രയും വൃത്തികെട്ട വഴിത്തിരിവാകുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ബൈസരൺ വാലിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു പോണക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സോർബിംഗ്, സിപ്പ് ലൈൻ തുടങ്ങിയ ആക്ടിവിറ്റികൾ ഉണ്ട്. പ്രകൃതിയുടെ മഹത്വവും സമാധാനത്തിൻ്റെ ആഴവും അനുഭവപ്പെടാൻ കഴിയുന്ന ഒരു സ്വർഗ്ഗഭൂമിയാണ് ഈ പഹൽഗാം ബൈസരൺ വാലി. പക്ഷേ ജാഗ്രതയും മുന്നൊരുക്കവും വളരെയധികം നിർബന്ധമാണ്. ഹിമാലയൻ മലനിരകൾ നിറഞ്ഞ കാശ്മീർ ആഭ്യന്തര സംഘർഷങ്ങൾ കാരണം അശാന്തഭൂമിയായി വാർത്തകൾ നിറയുമ്പോഴും പ്രകൃതി രമണീയമായ കാഴ്ചകളാൽ, ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാൽ എന്നും സമ്പന്നമാണ് കാശ്മീർ. ബൈസാനിൽ നേരിട്ട് താമസ സൗകര്യമില്ലെങ്കിലും പഹൽഗാമിൽ നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും ലഭ്യമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ ഇനിയും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊള്ളുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ബൈസരൺ വാലിയിൽ നിന്ന് തിരിച്ചുള്ള യാത്രയിൽ ഞങ്ങൾ കുതിരപ്പുറത്ത് തന്നെ തിരിച്ച് കാർ പാർക്കിംഗ് ഏരിയയിലെത്തി. അവിടുന്ന് ഞങ്ങൾ വീണ്ടും ടാക്സിയിൽ ശ്രീനഗറിലേക്ക് യാത്ര തിരിച്ചു. തികച്ചും സന്തോഷവും സമാധാനവും വളരെയേറെ മനസ്സിനെ ആകർഷിച്ചതുമായ കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുന്നത്.